Hello guys, welcome back to our YouTube channel World of English Literature. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ അതായത് 2026 പ്ലസ് ടുവിൻ്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് എക്സാമിന് പോകുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങളായിരിക്കും ഈ ഒരു ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ലാസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡൻസ്. കാരണം അടുത്ത വർഷം തൊട്ട് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ടും മാറിയിരിക്കും. സോ നിങ്ങളുടെ മുമ്പിൽ ഒരു 8 തൊട്ട് 10 വർഷം വരെയുള്ള ഏകദേശം 8-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്ത പാറ്റേൺ ചേഞ്ചസ് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പാറ്റേണിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ടെങ്കിലും പോകുക. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ഒരു 1 to 8 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ആണ്. ആ ഒരു 8 ക്വസ്റ്റ്യനിലാണ് നിങ്ങളുടെ A+ ഇരിക്കുന്നത്. ആ ഒരു 8 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, A+ കിട്ടുള്ളൂ. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് തന്നെ പോയത്തിൽ നിന്നും പ്രോസിൽ നിന്നും ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസ തന്നിട്ട് അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആരാണ് ഈ ഒരു സ്പീക്കർ, ഈ ഒരു ലൈനിൻ്റെ സ്പീക്കർ ആരാണ്, അല്ലെങ്കിൽ പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്, പോയറ്റിൻ്റെ പേരെന്താണ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാലും അത് തന്നെയാണ് കാണുന്നത്. സാധാരണയായിട്ട് 4 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആയിരിക്കും. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിൻ്റെ കാണുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാ ചാപ്റ്ററിന്. സമ്മാനിന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് 3 വീൽ റെവല്യൂഷൻ ആണ് ചാപ്റ്റർ. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാ അല്ലെങ്കിൽ ആ സ്പീക്കർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആരായിരിക്കും, ഇർഫാൻ അല്ലാമ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്പീക്കർ ആരാ, ഇർഫാൻ അല്ലാമാണ്. പിന്നെ ഇതിനകത്ത് സീഡ് എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. അതെന്താ, സോഴ്സ് അല്ലേ, സോഴ്സ് എവിടുന്നാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഒരു ക്വാളിറ്റി, വൺ ഓഫ് ദി ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംരംഭകൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഏതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാൻ പറ്റും. സോ ഞാൻ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോത്തേ ഉള്ളൂ. കാരണം ഇംഗ്ലീഷാണ്. നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു ആൻസർ പറഞ്ഞിട്ട് മാത്രം ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ ഒരു കയ്യിൽ നിന്നും കൂടെ ഇട്ട് എഴുതുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജക്റ്റ് എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇത് തന്നെ കാണാതെ പഠിച്ചു പോയി എഴുതണം എന്നൊന്നും പറയാൻ പറ്റില്ല. തീരെ നിവർത്തിയില്ല, അല്ല പാസ്സാവില്ല എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഞാൻ ഒരു ആൻസർ കീ ലാസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യുക. കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയറ്റിൽ നിന്നാണ്. പറഞ്ഞ പോലെ തന്നെ പോയം ഏതാണ്, പോയറ്റ് ഏതാണ് അല്ലേ. ഒന്നും മനസ്സിലാവുന്നില്ല, ഈ ലാസ്റ്റ് വേർഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈസ് ഏതാണ്, അത്തിക്കീര റൈസ്. ചാപ്റ്റർ ഏതാ, റൈസ്. ഓതർ അല്ലെ സോറി പോയറ്റ് ഏതാ, ചെമ്മനം ചാക്കോ. ഇത് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനാണ് സ്പീക്കർ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ആ റിസർച്ചിൻ്റെത്, അല്ലെങ്കിൽ ടോയ് വെച്ചിട്ട് ഹസ്ക് വെച്ചിട്ട് ടോയ്സ് ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ലൈനിൽ പോയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആ ഒരു തിടുക്കം അല്ലേ, ലോങ്ങിങ്, ആ ഒരു ഭയങ്കര ലോങ്ങിങ് അത് കിട്ടണം എന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, വീട്ടിൽ പോയിട്ട് അത്തിക്കര റൈസിൻ്റെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ ഇഡിയംസ് അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് ഇഡിയംസ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് നോക്കുക ഇഡിയംസ്. ഓക്കെ, ഇവിടെ ദ കോസ്റ്റ് ഓഫ് ദ പ്ലെയേഴ്സ് ടു ഡാഷ് ഡ്യൂറിങ് ദി ഫൈനൽ മാച്ച് അല്ലേ, സ്റ്റേ ഓൺ ദി ടോസ് ആണ് വരുന്നത്. ഡോണ്ട് ഡാഷ് വെൻ യുവർ ഫ്രണ്ട്സ് നീഡ് യുവർ ഒപ്പീനിയൻ.
അവിടെ വരുന്ന എന്താ? ഡോണ്ട് സിറ്റ് ഓൺ ദി ഫെൻസ് വെൻ യുവർ ഫ്രണ്ട്സ് നീഡ് യുവർ ഒപ്പീനിയൻ. അതാണ് അവിടെ വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ടൈറ്റിൽ അല്ലേ? ടൈറ്റിൽ നമുക്കിവിടെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നാണ് ആ ഒരു ചാപ്റ്റർ. പോയറ്റിന്റെ പേര് ഓഗൻ നാഷ് ആണ് എഴുതിയിരിക്കുന്നത്. ടൈറ്റിലിനെ പറ്റിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും 16 ചാപ്റ്റേഴ്സ് ആണുള്ള 16 ചാപ്റ്റേഴ്സിൻ്റെയും ടൈറ്റിൽ എന്താണ് എന്ന് പഠിച്ചു വെക്കുക. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ചാപ്റ്ററിലെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് റിപ്പോർട്ട് സ്പീച്ച് വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. പിന്നെ സ്റ്റാമറിനകത്ത് 2 ലൈൻസ് വന്നിട്ടുണ്ട്. പോയംസിൻ്റെ ലൈൻസ് ഒക്കെ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ സ്റ്റാമറിൻ്റെ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, advice is a very very important question because you can see it in each and every question paper you refer. Okay, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അഡ്വൈസ്. യു കെൻ ഈസിലി സ്കോർ 2 മാർക്സ് ഫ്രം ദാറ്റ് സിംഗിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് എങ്ങനെ പോയാലും കിട്ടും. ഓക്കെ, അഡ്വൈസ് ചെയ്യുക അല്ലേ? യു ഷുഡ് എന്ന് പറയുന്നത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. വൈ ഡോണ്ട് യു എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് വെച്ച് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കോഴ്സസും തന്നെ സിമ്പിളാണ് അല്ലേ? സിമ്പിളാണ്, എക്സ്പെക്റ്റഡ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ കാണാം, എല്ലാത്തിനും സെയിം ആണ്. ചാപ്റ്ററിൻ്റെ സമ്മറിയും ഓവറോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു സ്കൂള് നാഷണൽ വിമൻസ് ഡേ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ലെഗാർഡിനെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് തന്നെ സ്പീച്ച് വെച്ചിട്ടാണ്. അപ്പോൾ സോ ഒബ്വിയസ്ലി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻട്രൊഡക്ടറി സ്പീച്ച് ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡേയിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് ആയിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന സ്പീച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് കൊടുക്കുന്ന സ്പീച്ച് ആയിരിക്കാം. സോ സ്പീച്ചൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ഓക്കെ, ആൻഡ് വെൻ യു ആർ റൈറ്റിംഗ് എ സ്പീച്ച് എഴുതുമ്പോഴത്തേക്ക് മേക്ക് ഷുവർ ദാറ്റ് യു ആഡ് കൊട്ടേഷൻസ് ഒക്കെ ഇല്ലേ, നല്ല നല്ല കോട്ട്സ്, ഫേമസ് പേഴ്സണാലിറ്റീസ് പറഞ്ഞിട്ടുള്ള കോട്ട്സ് ഒക്കെ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്ത് അത് ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ മാർക്സ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എത്ര മാർക്കിനാണ് എന്നുള്ള സ്കോറും കൂടി നോക്കിയിട്ട് അതനുസരിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ, എഡിറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. അല്ലെങ്കിൽ തന്നെ ചിലത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും, ചിലത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒത്തിരി സെൻറ്റൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഏത് ചാപ്റ്ററിൽ നിന്നാണ്. നമ്മളുടെ ഓങ്കാരി മാതായുടെ ആ ഒരു വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഐ റിഫ്ലെക്ട്സ് അല്ല വരുന്നത്, ഐ റിഫ്ലെക്ട് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് when I will അല്ല, when I would visit a stream next to our home to fetch water for my mother. Playing among the arrowroot leaves. I tried in vain to pick up strands of frog's egg. So അതാണ് റിഫ്ലക്റ്റ് വരുന്നുണ്ട്, വില്ല് വുഡ് ആവുന്നുണ്ട്, പ്ലേയിങ് ആണ്, വിത്തല്ല ഇന്നാണ്. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എഴുതാനായിട്ടുള്ള ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ
ഡിബേറ്റ് അല്ലേ? 2 പോയിന്റ്സ് ഫോർ ആൻഡ് അഗൈൻസ്റ്റ് വാൾ, മെന്റിങ് വാൾ. വാൾ വേണ്ടോ, വേണ്ട, വേണോ, വേണ്ടേ? അതാണ് സെപ്പറേഷന് വേണ്ടിയിട്ടാണോ, അതോ കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിളിന് വേണ്ടിയിട്ട് മെന്റിങ് വാൾ നല്ലൊരു സിമ്പലാണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫോർ അഗൈൻസ്റ്റ്, ഫോറും എഴുതണം, അഗൈൻസ്റ്റും എഴുതണം. ഒന്ന് മാത്രമല്ല എഴുതേണ്ടത്. പിന്നെ ബ്ലേബ്. ബ്ലേബ് എന്താണെന്ന് അറിയത്തില്ലേ? ബ്ലേബ് എന്താ? കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബ്ലേബ് എന്ന് വെച്ചാൽ നമ്മുടെ ബുക്കില്ലേ, നിങ്ങളൊരു ഷോപ്പിൽ പോവുകയാണ്, ഒരു ബുക്ക് ഷോപ്പിൽ പോവുകയാണ്. അപ്പം നിങ്ങളവിടെ കുറേ ബുക്സ് കാണുക. അപ്പം നിങ്ങളൊരു ബുക്ക് എടുത്തു. നിങ്ങൾക്കത് ഒറ്റ നോട്ടത്തിലുള്ള ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമാണോ ആ ഒരു ബുക്കിനുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ what do you have to do? നിങ്ങൾക്ക് ആ ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ ഒരു ഫുൾ സ്റ്റോറി ബുക്ക് ഇന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി നോ അല്ലേ? ഒരിക്കലും പറ്റില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദി ബാക്ക് സൈഡ് ഓഫ് ദി ബുക്ക്. ബുക്കിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു ഓഥറിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അല്ലേ? ആ ഒരു ബുക്ക് എന്തിനെ പറ്റിയിട്ടാണ്, എന്താണ് അതിലുള്ളത് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ബ്ലേർബ് എന്ന് പറയുന്നത്. ബ്ലേർബ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സാണ്. പഠിക്കുക, എല്ലാ ഡിസ്കോഴ്സിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെവർ സ്കിപ്പ് എ ഡിസ്കോഴ്സ്. ഓക്കെ, എല്ലാം തന്നെ പഠിച്ചു വെക്കുക. അപ്പം ഇത് തന്നെയാണ് ബ്ലേർബ് ചോദിച്ചേക്കുകയാണ്. +2 SCERT +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ടുള്ളൊരു ബ്ലേർബ് അല്ലേ? വെരി സിമ്പിളാണ്. നിങ്ങൾ എഴുതുക. ദിസ് ടെക്സ്റ്റ് ബുക്ക് കൺസിസ്റ്റ് ഓഫ് 16 ചാപ്റ്റേഴ്സ് വിത്ത് വേരിയസ് ജോണേഴ്സ് ലൈക്ക് സ്റ്റോറി, സ്പീച്ച് എക്സെട്ര അല്ലേ? അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയൊരു ബ്ലേർബ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട്സൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും ബ്ലോബിൽ. പിന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ്, ആരാണ് പബ്ലിഷ് ചെയ്തത് എന്നൊക്കെ എഴുതാം. ഇതൊക്കെ നമ്മൾ ബ്ലോബിൽ കാണുന്നൊരു സാധനമാണ് അല്ലേ? ബോക്സിൽ ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബോക്സുള്ള ഡിസ്കോഴ്സസ് അല്ലെ, ലെറ്റേഴ്സ്, ഇമെയിൽസ് എല്ലാം തന്നെ ബോക്സിൽ ഇടുക. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മാർക്കും ഫോമാറ്റിന് മാർക്കും ഉള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്. So the next question is phrasal verbs. Phrasal verbs important. എന്ത് പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് വരും. Because you have options to choose. If they give you 6 questions, you have to write only 5 questions. So അതുകൊണ്ട് തന്നെ കുറേ ഡിസ്കോഴ്സസ്, ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കോഴ്സസ് തന്നെ ചോദിക്കും. You only have 16 chapters to study. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കോഴ്സസും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. So now let's see the question. Give up, move away, come up and take over are the options given. And the sentences, let's read the sentences. The agriculture sector is slowly dying out as more people dash from farming in search of better job in cities. അപ്പൊ അവിടെ എ എന്താണ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു മാച്ചിങ് തോന്നുന്നു നോക്കുക. ഓക്കെ, ഇത് മൂവ് എവേ അല്ലേ? കുറെ ആൾക്കാർ അതിൽ നിന്ന് മാറും. മൂവ് എവേ, ഡൈങ് ഔട്ട് ആസ് മോർ പീപ്പിൾ മൂവ് എവേ ഫ്രം ഫാമിങ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ജോബ്. അപ്പോൾ ഇവിടെ എ വരുന്നത് മൂവ് എവേ ആണ്. മൂവ് എവേ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ മെനി ഫാമേഴ്സ് cultivation because of unpredictable weather and low profits. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? ഗിവ് അപ്പ് അല്ലേ? വിട്ട് കളഞ്ഞു. give up. Machines and modern industries dash traditional method reducing the need for manual labor. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇൻഡസ്ട്രീസ് ടേക്ക് ഓവർ അല്ലേ? കടന്നു കയറി അവരൊക്കെ വന്നത് കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ളതും മാനുവൽ ലേബേഴ്സ് ഒക്കെ വിട്ട് റെഡ്യൂസ് ആയി കുറഞ്ഞു. അൺലെസ് വി വിത്ത് ഇനിയിപ്പോൾ ബാക്കി പറഞ്ഞേ ഉള്ളൂ. ഇത് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. Unless we with effective plan to support farmers and promote sustainable practices, the future of agriculture will be bleak. എന്താണ്? Come up അല്ലേ? Come up. Okay. Unless we come up with effective plans. നല്ല പ്ലാൻസുമായിട്ട് മുന്നോട്ട് വന്നില്ല എങ്കിൽ. വെരി ഈസി ഫ്രേസൽ വേർബ്സ്. കുറച്ച് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ വെരി സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, the next question, ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുക. I would sit and watch little ants carry large loads determined to get to their destination. What was the destiny? ഷഹീൻ മിസ്രിയുടെ അതിനകത്ത് ഒരു
ആ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോ തന്നെയുള്ള ഒരു സെന്റൻസ് ആണ്. ഓക്കെ. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോ അത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാല് 5 ക്വസ്റ്റ്യൻസ് എഴുതുക. മേ ബി 6 or 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് 6 മാർക്സ് ആണ്. സോ കുറച്ചും കൂടി ലെങ്തി ആൻസേഴ്സ് എഴുതുക. 20th ക്വസ്റ്റ്യൻ മാത്സ് ബോക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മാത്സ് ബോക്സ്. മാത്സ് ബോക്സിലുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി നോമിത, അജിത്, നോമിദാസ് മദർ. അവരുടെ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് മാറി 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 ചോദിക്കാറുള്ളതാണ്. സോ ഹിയർ വി ഹാവ് ടു റൈറ്റ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ് ക്വസ്റ്റ്യൻ. ഇഫ് ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി നെയ്തർ വൺ ഓഫ് ദോസ് 3 ക്യാരക്ടേഴ്സ്, ഏത് മൂന്ന്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലോഗ്. അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് പഠിക്കാനായിട്ടുണ്ട്. പഠിക്കുക, ബ്ലോഗിൻ്റെ ഫോർമാറ്റ് എഴുതുക, ടോപ്പിക് എന്താണോ വെച്ച് അത് ബ്ലോഗ് എഴുതുക. പിന്നെ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അവർ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഇമെയിൽ അല്ലേ? ഇമെയിൽ എഴുതുക. ന്യൂസ് റിപ്പോർട്ട് അഗെയിൻ എക്സ്പെക്റ്റഡ്. കോൺവെർസേഷൻ again expected. Panel discussion very much expected, right? പാനൽ ഡിസ്കഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കൂടുതലായിട്ടും നമ്മൾ ടോപ്പിക്കും അവിടെയുള്ള ഒരു പാനലിസ്റ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ വേറെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആണ് പാനൽ ഡിസ്കഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. So coming to the last part of our question paper, that is our essay part. Essay part lo varumba 3 questions, out of which you have to write 2. Very easy part in this question paper. Expected question. Your teachers will obviously tell you this is a expected question that is going to be asked for your examination. അങ്ങനെയുള്ള ഒരു പാർട്ടാണ്. ഇതാണ് ചോദിക്കത്തുള്ളൂ. ഇത് പറയുന്നതാണ്, അതേ ചോദിക്കുള്ളൂ. ഓക്കെ. എക്സ്പെക്റ്റഡ് ആയിട്ട്. കാരണം കഴിഞ്ഞ 8-10 വർഷമായിട്ട് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ? സോ സെയിം പാറ്റേൺ ആയിരിക്കും. റെസ്യൂമേ ലെറ്റർ പഠിക്കുക. 8 മാർക്ക് ഫോർ ഷുവർ യു ക്യാൻ സ്കോർ ദാറ്റ്. പിന്നെ പിന്നെന്താണ്, ഒരു എസ്സേ എഴുതുക. വെരി സിമ്പിൾ അല്ലേ? ഇവിടെ 3 ചാപ്റ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എസ്സേ എഴുതുക. നിങ്ങൾ എസ്സേ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നല്ല നല്ല കോട്ട്സ്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് ഒക്കെ കുറച്ച് പഠിച്ചിട്ട് അതൊക്കെ കോട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതാ. ആൻഡ് 20th ക്വസ്റ്റ്യൻ ഈസ് വെരി അൺഎക്സ്പെക്റ്റഡ്. ജോക്സ് അപ്പാർട്ട്, അപ്രിസിയേഷൻ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി അപ്രിസിയേഷൻ. അല്ലെങ്കിൽ എസ്സേ പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി അപ്രിസിയേഷൻ. ഈ ഒരു മദർ ടു സൺ എന്നുള്ളത് ഓൾറെഡി നേരത്തെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മദർ ടു സൺ നിങ്ങൾക്കിപ്പം ചോദിച്ചു കണ്ടിട്ടുള്ള 2 അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ. വൺ ഈസ് എനി വുമൺ ആൻഡ് ദി അതർ വൺ ഈസ് മെൻറ്റിംഗ് വോൾ ആൻഡ് ദി അതർ പോയംസ് ഒക്കെ റെയർലി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനി വുമൻ്റെ ഒരു അപ്രിസിയേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. മെൻറ്റിംഗ് വോളിനെ പഠിച്ചു വെക്കുക. ഒരേ തീമിലുള്ളതായിരിക്കും നമുക്ക് ഈ ഒരു എസ്സേ പാർട്ടിൽ അൺസീൻ ആയിട്ടുള്ള പോയമായിട്ട് തരുന്നത്. ഈ ഒരു ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ പോയം ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് നോട്ട് പ്ലീസ് സോറി. സോ ഇത്രയാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. Hope you all understood the question papers and pattern of say question. കഴിവതും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ബിഗ് ഡീൽ ഇഫ് യു റിയലി സ്റ്റഡി വെൽ. സ്കോറിങ് 24 മാർക്സ് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. പഠിച്ചില്ല എങ്കിൽ കിട്ടില്ല. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം അല്ല മലയാളം മീഡിയം ആണെങ്കിലും നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
And okay, let me also add a answer key. Okay, this is how the answer key, official answer key looks like. This is how they give you the marks. Let's see. If the introductory speech is a question, the comprehensiveness of the content is given 1 mark, the relevance of the point is given 1 mark, clarity of presentation, that is what I said. You should have introduction, body, and a conclusion, and a logical sequencing of idea also carry 1 marks. Okay, so that's how it goes. For a blurb, attractive title, comprehensive content, clarity and brevity. Character sketch, you can see that. Okay, for all the question, it is given like this. For blog, emails, news report. Let's see for email, the format has 1 mark. Panel discussion, introduction, and the covering letter format has 2 marks. Okay. For essay, for the title, you have 1 mark. So this is how the um, answer key looks like. Hope you understood and liked the video. Thank you for watching. See you with another question paper.